Hi all, welcome back to Agora, an open space to study. KTUവിൻ്റെ S6 സിവിലിലെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 2 എന്ന സബ്ജക്റ്റ് 3 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൊഡ്യൂൾ 3ലെ ഫസ്റ്റത്തെ ക്ലാസ് ആണ്. മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊഡ്യൂൾ 3ൽ നമ്മൾ മെയിനായിട്ട് അതിനകത്ത് പഠിക്കുന്നത് റീറ്റെയിനിങ് വാളിനെ കുറിച്ച്. ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ എന്താണ് റീറ്റെയിനിങ് വാള്, ഏതൊക്കെ രീതിയിലുള്ള റീറ്റെയിനിങ് വാൾസ് ഉണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഇതാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മതിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഭിത്തി കെട്ടുന്നതിനൊക്കെയാണ് റീറ്റെയിനിങ് വാൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് റീറ്റെയിനിങ് വാൾ കൊടുക്കുന്നത്? സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു മതിലും ഈ റീറ്റെയിനിങ് വാളും തമ്മിൽ എന്താണ് പ്രത്യേകതയുള്ളത്? ആദ്യം തന്നെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന സിലബസിലെ ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടാം. മെയിനായിട്ടും വരുന്നത് റീറ്റെയിനിങ് വാൾസ്, ടൈപ്സ്, കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ, earth pressure and forces acting, stability, proportioning, structural behavior of components, design example of cantilever retaining wall without surcharge, detailing, counterfoot retaining wall, design principle of components and detailing, design not required. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അപ്പം ആദ്യം തന്നെ എന്താണ് റീറ്റെയിനിങ് വാൾ എന്ന് നോക്കാം. അതായത് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് റീറ്റെയിനിങ് വാൾസ് ആർ യൂസ്ഡ് ടു റീറ്റെയിൻ എർത്ത് ഓർ അതർ ലൂസ് മെറ്റീരിയൽ. അതായത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മതിലാണ് അല്ലെങ്കിൽ ഒരു ഭിത്തിയാണ് ഈ പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ സോയിലാണുള്ളത്, അതായത് മണ്ണാണ് കൊടുത്തിട്ടുള്ളത്. ഈ മണ്ണ് ഇവിടെ നിർത്താൻ വേണ്ടി, ഈ ഒരു മണ്ണിനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന വാളിനെയാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിനിങ് വാള് യൂസ് ചെയ്യുന്നത് റീറ്റെയിൻഡ് എർത്ത് ഓർ ലൂസ് മെറ്റീരിയൽ, അല്ലെങ്കിൽ മണ്ണാവാം അല്ലെങ്കിൽ എന്തെങ്കിലും എർത്ത് മെറ്റീരിയൽ, അത് എന്തെങ്കിലും ലൂസ് മെറ്റീരിയലിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യുക. റീറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ അത് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വാളിനെയാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. ഇനി ദീസ് വാൾസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ഫോളോയിങ് കേസസ്. പല രീതിയിൽ നമുക്ക് ഈ വാൾസ് കൊടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ റീറ്റെയിനിങ് വാൾ പണിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. കാരണം നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഹില്ലി ഏരിയയിലൊക്കെ പണിയുകയാണെങ്കിൽ നമ്മളവിടെ ഒരു സൈഡിലെ പോർഷനിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ മണ്ണ് അല്ലെങ്കിൽ സോയിൽ വരുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഭിത്തി പണിയാൻ വേണ്ടി നമ്മൾ അവിടെ റീറ്റെയിനിങ് വാൾസ് ആയിരിക്കും ആ ഒരു ഭിത്തിയായിട്ട് കൊടുക്കുന്നത്. സോ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്ങിലും നമ്മൾ റീറ്റെയിനിങ് വാൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആസ് വിങ് വാൾ ഓർ അബട്ട്മെന്റ് ഇൻ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. അതായത് പാലത്തിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിൽ രണ്ട് സൈഡിൽ രണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ടിനെയാണ് അബട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വിങ് വാൾ എന്നും പറയാറുണ്ട്. ഈ അബട്ട്മെന്റും നമ്മളൊരു റീറ്റെയിനിങ് വാളായിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്ങിലുണ്ട്, ബ്രിഡ്ജിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എംബാക്ക്മെന്റ്. എന്താണ് എംബാക്ക്മെന്റ് എന്ന് പറയുന്നത്? അതായത് മെയിനായിട്ടും ഒരു റോഡ് കൺസ്ട്രക്ഷനിലൊക്കെ ആദ്യം തന്നെ അവിടെ സോയിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ സോയിൽ നമ്മൾ ഇടുന്നുണ്ട്. അതായത് ആ ഒരു സോയിൽ ഇടുന്നതെന്ന് പറയുന്നത് ഈ ഒരു രീതിക്കായിരിക്കും അവിടെ നമ്മൾ സോയിൽ അല്ലെങ്കിൽ മണ്ണ് ഇടുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതിനെയാണ് എംബാക്ക്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെയായിരിക്കും റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഏരിയയിൽ ഇവിടെയുള്ള ഈ മണ്ണ് ഇവിടെ മുഴുവൻ മണ്ണായിരിക്കും. ഈ മണ്ണ് ഇങ്ങോട്ട് ഇടിഞ്ഞ് ചാടി പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു സൈഡ് നമ്മൾ ഒരു റീറ്റെയിനിങ് വാൾ കൊടുക്കാറുണ്ട്. ഈ രണ്ട് സൈഡും റീറ്റെയിനിങ് വാൾ കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം എംബാക്ക്മെൻറ്റിലും റീറ്റെയിനിങ് വാൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് മെയിനായിട്ടും എർത്തിനെ റീറ്റേൺ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന വാളിനെയാണ് റീറ്റെയിനിങ് വാൾസ് എന്ന് പറയുന്നത്. ആ ഒരു നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും റീറ്റെയിനിങ് വാൾ എന്നാണ്. അപ്പോൾ അവിടെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു വാള് നമ്മൾ കൊടുക്കുന്നത്. ദ മെറ്റീരിയൽ വിച്ച് ഈസ് റീറ്റെയിൻ ബൈ എ റീറ്റെയിനിങ് വാൾ ഈസ് കോൾഡ് ആസ് ബാക്ക്ഫിൽ. എന്ത് മെറ്റീരിയൽ ആണോ വാള് റീറ്റെയിൻ ചെയ്യുന്നത് ആ മെറ്റീരിയൽ ആണ് ബാക്ക്ഫിൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷനാണ് റീറ്റെയിനിങ് വാളിൻ്റെ പോർഷൻ. ഇവിടെയാണ് മണ്ണ് വരുന്നത്, അതായത് സോയിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സോയിലിനെയാണ് ഈ വാള് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതായത് ഈ സോയിൽ ഇങ്ങോട്ട്
ഊർന്ന് ചാടി പോകാതിരിക്കാൻ വേണ്ടി അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വാൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്നതാണ് ബാക്ക് ഫിൽ എന്നാണ് വിളിക്കുന്നത്. ദെൻ സർചാർജ് എന്ന് പറയുന്ന അടുത്തൊരു ടേം ആണ്. അതായത് ബാക്ക് ഫിൽ എബോവ് ദ ടോപ്പ് ഓഫ് ദ വാൾ ഈസ് നോൺ ആസ് സർചാർജ്. അതായത് ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാളിന്റെ മുകളിലായിട്ട് മണ്ണ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സോയില, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് എങ്കിൽ അതിനെയാണ് സർചാർജ് ലോഡ് എന്ന് പറയുന്നത്. സോ ടോപ്പ് ഓഫ് ദി വാളിൽ ബാക്ക് ഫിൽ ഉണ്ടെങ്കിൽ അതിനെ സർചാർജ് എന്നാണ് പറയുന്നത്. ഇതാണ് റീറ്റെയിനിങ് വാള്. ഇതൊരു ഇവിടെ കല്ല് വെച്ച് ഒരു വാള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് റീറ്റെയിനിങ് വാളും ഇത് ഇവിടെ വരുന്ന ബാക്ക് ഫില്ലുമാണ്. അതായത് ഇത് ആണ് ഇവിടുത്തെ സോയിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ സോയിൽ ഇങ്ങോട്ട് ഇടിഞ്ഞാടി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാള് കൺസ്ട്രക്ട് ചെയ്തു. ഇതൊരു റീറ്റെയിനിങ് വാളിന്റെ ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബിൽഡിങ്ങിൽ നമ്മൾ വാളായിട്ടും റീറ്റെയിനിങ് വാൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു RCC റീറ്റെയിനിങ് വാളാണ്. RCC മീൻസ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റീറ്റെയിനിങ് വാളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു ഇത്തരം പോർഷനിൽ സോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സോയിലിന്റെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബിൽഡിംഗ് പണിയണം. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് റീറ്റെയിനിങ് വാളായിട്ടായിരിക്കും. അപ്പോൾ ഇത് ആ ഒരു RCC റീറ്റെയിൽ വാളിൽ വന്നിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് ആണ്. സെക്കൻഡ് ഫിഗർ കാണിച്ചിട്ടുള്ളത് ഇതൊരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ് കാണിച്ചിട്ടുള്ളത്. ഈ പാലത്തിന്റെ രണ്ട് എഡ്ജിൽ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ടിന്റെ ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മണ്ണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറ സപ്പോർട്ടിലും ഇവിടെ മണ്ണാണ് വരുന്നത്. ബ്രിഡ്ജിന്റെ ഈ സപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു അബട്ട്മെന്റും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് റീറ്റെയിനിങ് വാളായിട്ടാണ്. അതായത് ഇവിടുത്തെ സോയില് ഈ ഒരു ഏരിയയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി, ഈ ഒരു സോയിലിനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളിവിടെ കൊടുക്കുന്ന അബട്ട്മെന്റും റീറ്റെയിനിങ് വാളായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന്റെ കേസിൽ കൊടുക്കുന്നുണ്ട്, ബ്രിഡ്ജിന്റെ അബട്ട്മെന്റിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എംബാക്ക്മെന്റിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു റോഡാണ് കാണിച്ചിട്ടുള്ളത്. ഈ റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ചേർത്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഈ ഒരു ഷേപ്പിൽ നമ്മളിവിടെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യും. ഈ ഒരു ഏരിയയിൽ വരുന്ന ഈ ഒരു മണ്ണ് ഇങ്ങോട്ട് ഇടിഞ്ഞു ചാടി പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വാള് കൺസ്ട്രക്ട് ചെയ്യും. ഇതൊരു റീറ്റെയിനിങ് വാളാണ്. അടുത്തതായിട്ട് നമുക്ക് റീറ്റെയിനിങ് വാളിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ ഒരു റീറ്റെയിനിങ് വാൾ നോക്കുക. സോ ഇവിടെ ബാക്ക് ഫിൽ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതാണ് റീറ്റെയിനിങ് വാള്. ഇതിൽ റീറ്റെയിനിങ് വാള് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും റീറ്റെയിനിങ് വാള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിൽ ഇവിടെ ബാക്ക് ഫിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു സ്ലാബ് കൊടുക്കുന്നുണ്ട്. ബേസ് സ്ലാബ് എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ മുകളിലായിട്ടായിരിക്കും ഈ ഒരു ഷേപ്പിൽ ഇവിടെ വാള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് എന്ന് പറയാം. ദെൻ അതിന്റെ ഈ ഒരു ലെവലിലും ഗ്രൗണ്ട് ലെവൽ വരുന്നുണ്ട്. ഈ ടോപ്പിന്റെ ഈ പോർഷനിലായിട്ട് ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, സൈഡിലും ഗ്രൗണ്ട് ലെവൽ വരുന്നുണ്ട്. ഇനി ഇവിടെയായിട്ട് ബാക്ക് ഫിൽ ആയിരിക്കും വരുന്നത്. ഇതൊരു സോയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ബാക്ക് ഫിൽ വന്നിട്ടുണ്ട്. ദെൻ ഇനി ഇവിടെ നമ്മൾ രണ്ട് ടേംസും കൂടി അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു റീറ്റെയിനിങ് വാളിന്റെ ബാക്ക് ഫില്ലിന്റെ അവിടെ വരുന്ന ഈ ഒരു പോർഷനെയാണ് ഹീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു പോർഷനെയാണ് ടോ എന്ന് പറയുന്നത്. ഇവിടെ ബേസ് സ്ലാബും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും ഇവിടെ ബേസ് സ്ലാബിന്റെ ഒരു പോർഷനോടെയും വരുമ്പോൾ നമ്മൾ റീറ്റെയിനിങ് വാളിന്റെ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ടോ സ്ലാബ് എന്നും ഈ ഒരു പോർഷനിൽ വരുന്ന സ്ലാബിനെ ഹീൽ സ്ലാബ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ഒരു റീറ്റെയിനിങ് വാളിലേക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന് ബാക്ക് ഫിൽ എന്താണ്, രണ്ട് സർചാർജ് എന്താണ്, എന്താണ് ടോ സ്ലാബ്, എന്താണ് ഹീൽ സ്ലാബ്, അതുപോലെ തന്നെ റീറ്റെയിനിങ് വാളിന്റെ ഈ ഒരു പോർഷനെ സ്റ്റെം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ക്രോസ് സെക്ഷൻ ഓഫ് റീറ്റെയിനിങ് വാൾ. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാളിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ. റീറ്റെയിനിങ് വാൾ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് റീറ്റെയിനിങ് വാളിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബ്രിക്ക് മേസണറി റീറ്റെയിനിങ് വാൾ, സ്റ്റോൺ മേസണറി, അതുപോലെ പ്ലെയിൻ കോൺക്രീറ്റ് ആൻഡ് RCC. ബ്രിക്ക് യൂസ് ചെയ്തുകൊണ്ടും സ്റ്റോൺ യൂസ് ചെയ്തുകൊണ്ടും കോൺക്രീറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കോൺക്രീറ്റും പ്ലസ് റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടും റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. സോ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ ഇങ്ങനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത്
അക്കോർഡിംഗ് ടു സ്ട്രക്ചർ ഓർ ഹൗ ദേ റെസിസ്റ്റ് ദ ബാക്ക്ഫിൽ പ്രഷർ. അവർ എങ്ങനെയാണോ ആ റീറ്റൈനിങ് വാള് ബാക്ക്ഫിൽ പ്രഷർ റെസിസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് റീറ്റൈനിങ് വാളിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്ക്ഫിൽ പ്രഷർ എന്ന് പറയുന്നത്, അതായത് റീറ്റൈനിങ് വാളിൽ മെയിനായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു റീറ്റൈനിങ് വാളിൻ്റെ ഒരു സൈഡിൽ മണ്ണായിരിക്കും. അപ്പോൾ ആ മണ്ണിൽ നിന്നുണ്ടാവുന്ന ഒരു സോയിലിൻ്റെ പ്രഷറാണ് ഈ ഒരു റീറ്റൈനിങ് വാളിലേക്ക് മെയിനായിട്ടും വരുന്ന ഫോഴ്സ്. അതായത് ഈ ഒരു സോയിലിൻ്റെ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അവിടുത്തെ റീറ്റൈനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഈ ഒരു റിട്ടൈനിങ് വാള് ഈ ഒരു പ്രഷറിനെ, അതായത് ബാക്ക്ഫിൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് റിട്ടൈനിങ് വാളിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് വൺ ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ, സെക്കൻഡ് കാന്റിലിവർ റിട്ടൈനിങ് വാൾ, തേർഡ് കൗണ്ടർഫോർട്ട് റിട്ടൈനിങ് വാൾ ആൻഡ് ഫോർത്ത് വൺ ബട്ട്രസ് റിട്ടൈനിങ് വാൾ. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ഹൗ ദ റെസിസ്റ്റ് ദ ബാക്ക്ഫിൽ പ്രഷർ അനുസരിച്ച് വരുന്നത്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് ഈ ക്ലാസിഫിക്കേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആദ്യത്തേത് ഗ്രാവിറ്റി റിട്ടൈനിങ് വാളാണ്. എന്താണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ, എർത്ത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബാക്ക്ഫിൽ ഈസ് റെസിസ്റ്റഡ് ബൈ ദ ഡെഡ് വെയ്റ്റ് ഓഫ് ദ വാൾ. അതായത് ഒരു ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൽ ഉണ്ടാവുന്ന ബാക്ക്ഫിൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആ വാളിൻ്റെ സെൽഫ് വെയ്റ്റ് കൊണ്ടാണ്. അതാണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാസീവ് സ്റ്റോൺ മെസണറി ഓർ പ്ലെയിൻ കോൺക്രീറ്റ്. ഒന്നുകിൽ മാസീവ് ആയിട്ടുള്ള കല്ലുകൾ യൂസ് ചെയ്തുകൊണ്ട്, സ്റ്റോൺ മെസണറി യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന കോൺക്രീറ്റ് യൂസ് ചെയ്തുകൊണ്ടുമാണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ എന്ന് പറയുന്നത് ടെൻഷൻ ഈസ് നോട്ട് ഡെവലപ്പ് എനിവെയർ ഇൻ ദ സെക്ഷൻ. അതായത് ആ ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൽ ടെൻഷൻ ഉണ്ടാവുന്നില്ല. അതായത് ടെൻഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളവിടെ RCC പോലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യണം. പക്ഷെ അവിടെ ടെൻഷനൊന്നും ഉണ്ടാവുന്നില്ല എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവിടെ ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടെൻഷൻ ഈസ് നോട്ട് ഡെവലപ്പ് എനിവെയർ ഇൻ ദ സെക്ഷൻ. സോ ദ വാൾ ഈസ് ഡിസൈൻ ഓൺ ദ ബേസിസ് ഓഫ് മിഡിൽ തേർഡ് റൂള്. വാൾ ഡിസൈൻ ചെയ്യുന്നത് മിഡിൽ തേർഡ് റൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൻ്റെ ഇമേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ സോയിലാണ്. സോ ഇവിടെ ഒരു ഗ്രൗണ്ട് ലെവൽ വരുന്നുണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ലെവൽ വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ പോർഷനിലും സോയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ബാക്ക്ഫിൽ ഫോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാക്ക്ഫില്ലിൻ്റെ പ്രഷർ എന്ന് പറയുന്നതാണ് F. ഈ ഒരു പ്രഷറിനെ ഇവിടെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും ഇവിടുത്തെ വാളിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു വെയിറ്റ് ആയിരിക്കും ഇവിടെ വരുന്ന ബാക്ക്ഫിൽ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് എ ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് രണ്ട് രീതിയിൽ ഈ ബാക്ക്ഫില്ല് കൊടുക്കാൻ പറ്റും. ഒന്ന് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും ബാക്ക്ഫില്ല് വരുന്നുണ്ട്, പിന്നെ ഒരു സ്ലോപ്പിംഗ് രീതിയിലും ബാക്ക്ഫില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് രീതിയിലാണ് ബാക്ക്ഫില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് രീതിയിലും ബാക്ക്ഫില്ല് കൊടുക്കാറുണ്ട്. ഒന്ന് ടോപ്പ് ഗ്രൗണ്ട് ലെവൽ ഹൊറിസോണ്ടലായിട്ടും വരാറുണ്ട്, ദെൻ ഇൻക്ലൈൻഡ് ആയിട്ടും വരാറുണ്ട്. വേറൊരു ഇമേജ് കൂടി നോക്കാം. ഇതാണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൻ്റെ ടിപ്പിക്കൽ സെക്ഷൻ. ഇതിന് ഗ്രാവിറ്റി റിട്ടൈനിങ് വാളാണ്. സോ ഈ ഒരു സൈഡിൽ സോയിലായിരിക്കും, ദാറ്റ് ഈസ് ബാക്ക്ഫിൽഡ് സോയിൽ. ദെൻ ഈ ബാക്ക്ഫില്ലിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ബേസ് ലാബിൻ്റെ പോർഷനെ ഹീൽ എന്നാണ് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ബേസ് ലാബിൻ്റെ ഈ ഒരു പോർഷനെ ടോ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന ആ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വാളിൻ്റെ സെൽഫ് വെയിറ്റ് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. മെയിനായിട്ടും ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ദ എർത്ത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബാക്ക്ഫിൽ ഈസ് റെസിസ്റ്റഡ് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദി റിട്ടൈനിങ് വാൾ. ഇത് ഗ്രാവിറ്റി റിട്ടൈനിങ് വാളിൻ്റെ ഒരു പ്രാക്ടിക്കലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ആണ്. ഇതൊരു റോഡ് കൺസ്ട്രക്ഷൻ ആണ് ഈ ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ റിട്ടൈനിങ് വാൾ പണിതിട്ടുള്ളത്. ഇങ്ങനെയുള്ള റിട്ടൈനിങ് വാളാണ് ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ. ദെൻ സെക്കൻഡ് വൺ RCC റിട്ടൈനിങ് വാളാണ്, അതായത് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റിട്ടൈനിങ് വാളാണ് ഇനി വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് കാന്റിലിവർ റിട്ടൈനിങ് വാൾ. എന്താണ് കാന്റിലിവർ റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ, ഇതായിരിക്കും മെയിനായിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിട്ടൈനിങ് വാളാണ് കാന്റിലിവർ റിട്ടൈനിങ് വാൾ. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ വാൾ കോൾഡ് എ സ്റ്റെം
ആൻഡ് ഹീൽ സ്ലാബ് ആൻഡ് ടോ സ്ലാബ്. സോ ഈ ഒരു വാളിൽ മെയിനായിട്ടും 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്നൊരു സ്റ്റെം പോർഷൻ ഉണ്ട്, പിന്നെ വരുന്നത് ഒരു ഹീൽ സ്ലാബ്, പിന്നെ വരുന്നത് ഒരു ടോ സ്ലാബ് ആയിരിക്കും. ഓൾ ദ 3 കമ്പോണൻസ് ഓഫ് ദിസ് വാൾ ആക്ട് ആസ് എ ക്യാൻഡിലീവർ. ഇതിൻ്റെ 3 കമ്പോണൻസും ഒരു ക്യാൻഡിലീവർ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്, ക്യാൻഡിലീവർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബീമിൻ്റെ കേസിൽ ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീമിനെയാണ് ക്യാൻഡിലീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിലീവർ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ഈ ഓരോ സ്ലാബും ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു റിട്ടൈനിങ് വാളിനെ ക്യാൻഡിലീവർ റിട്ടൈനിങ് വാൾ എന്ന് പറയുന്നത്. ഇനി ദ സ്റ്റെം, ഹീൽ ആൻഡ് ടോ ഓൾ റെസിസ്റ്റ് ദ എർത്ത് പ്രഷർ ബൈ ബെൻഡിങ്. സ്റ്റെമ്മും ഹീലും ടോ സ്ലാബും എല്ലാം ഈ ഒരു എർത്ത് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ബെൻഡിങ് വഴിയാണ്. ബെൻഡിങ് മീൻസ് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അതായത് ബെൻഡിങ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ എർത്ത് പ്രഷറിനെ ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്. ഈ വാളെന്ന് പറയുന്നത് എൽ ഷേപ്പിലും ഇൻവേർട്ടഡ് ടി ഷേപ്പിലും കൊടുക്കാറുണ്ട്. ദെൻ ഇനി ഒരു മെയിൻ പോയിന്റ് ആണ്, കാൻഡിലീവർ റീറ്റൈനിങ് വാൾ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഹൈറ്റ് അപ് ടു 6 മീറ്റർ വരെയാണ്. അത് 6 മീറ്റർ ഹൈറ്റ് വരെയാണ് കാൻഡിലീവർ റീറ്റൈനിങ് വാൾ കൊടുക്കാറ്. The weight of the earth on heel slab and the weight of retaining wall together provide the stability to the wall. ഇവിടെ നമ്മുടെ ആ ഒരു വാളിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത് ഹീൽ സ്ലാബിൻ്റെ മുകളിൽ വരുന്ന ബാക്ക് ഫില്ലിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ ആ റീറ്റൈനിങ് വാളിൻ്റെ തന്നെ വെയിറ്റുമാണ് ഈ ഒരു വാളിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഇതാണ് ഒരു കാൻഡിലിവർ റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇവിടെയാണ് ബാക്ക് ഫില്ല് വന്നിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് പോർഷനിലും ബാക്ക് ഫില്ലാണ് വരുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു പോർഷനെയാണ് സ്റ്റെം എന്ന് പറയുന്നത്. ദെൻ ഇത് ബേസ് സ്ലാബാണ് ഈ തന്നിട്ടുള്ളത്. ഈ ബേസ് സ്ലാബിൻ്റെ ബാക്ക് ഫില്ലിൻ്റെ അവിടെ വരുന്ന ഈ ഒരു സ്ലാബിനെ നമ്മൾ ഹീൽ സ്ലാബ് എന്നും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു സ്ലാബിനെ ടോ സ്ലാബ് എന്നാണ് പറയുന്നത്. ഇനി കാൻഡിലിവർ റീറ്റൈനിങ് വാൾ യൂസ് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 6 മീറ്റർ ആയിരിക്കും. ഇതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഈ ഒരു റീറ്റൈനിങ് വാളിൻ്റെ സെൽഫ് വെയിറ്റും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബാക്ക് ഫിൽ സോയിലിൻ്റെ വെയിറ്റുമാണ് ഈ ഒരു വാളിന് സ്റ്റേബിൾ ആക്കി നിർത്തുന്നത്. മെയിനായിട്ടും ഈ ഒരു വാള് എർത്ത് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ബെൻഡിങ് വഴിയായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റാണ് കാൻഡിലിവർ റിട്ടൈനിങ് വാളെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിനെയാണ് വീപ്പ് ഹോൾ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ സോയിലിലുള്ള എക്സ്ട്രാ വാട്ടർ ഡ്രെയിൻ ഓഫ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഹോളാണ് വീപ്പ് ഹോൾ എന്ന് പറയുന്നത്. ഇതൊരു കാൻഡിലിവർ റീറ്റൈൻ വാള് പ്രാക്ടിക്കലി കൊടുത്തിട്ടുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഈ ഒരു 2 എഡ്ജും കാൻഡിലിവർ റീറ്റൈനിങ് വാളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് റീറ്റൈനിങ് വാള്. ഇതിലെ ഈ ഒരു പോർഷനെ സ്റ്റെം എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ബാക്ക് ഫിൽ ഉള്ളത്. ഇവിടുത്തെ ബാക്ക് ഫില്ല് കൊടുത്തിട്ടുള്ളത് സ്ലോപ്ഡ് രീതിയിലായിരിക്കും. അതായത് ഇവിടെ ഒരു ഇൻക്ലിനേഷനിലായിരിക്കും ഇവിടുത്തെ ബാക്ക് ഫില്ല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 രീതിയിൽ കൊടുക്കാം. ഒന്നെങ്കിൽ ടോപ്പ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക് ഫില്ല് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടും കൊടുക്കാം. ദെൻ ബാക്ക് ഫില്ല് വന്നിട്ടുള്ള അവിടുത്തെ പോർഷനിലെ ഈ ഒരു സ്ലാബിനെയാണ് ഹീൽ സ്ലാബ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഈ ഒരു സ്ലാബിനെയാണ് ടോ സ്ലാബ് എന്ന് പറയുന്നത്. അതായത് റീറ്റൈനിങ് വാളിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അവിടുത്തെ സ്ലാബിനെയാണ് ടോ സ്ലാബ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കീ എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അന്നേരം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മെയിനായിട്ടും കാൻഡിലിവർ റീറ്റൈനിങ് വാളിൻ്റെ 3 കമ്പോണൻസ് എന്ന് പറയുന്നത് സ്റ്റെം ഉണ്ട്, ഹീൽ സ്ലാബ് ഉണ്ട്, ടോ സ്ലാബ് ഉണ്ട്. ഇനി അത് എൽ ഷേപ്പിലും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ട് ടി ഷേപ്പിലും ഈ ഒരു കാൻഡിലിവർ റീറ്റൈനിങ് വാൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൗണ്ടർ ഫോർ റീറ്റൈനിങ് വാൾ. When the backfill of greater height is to be retained and the required height of cantilever retaining wall exceeds 6 meter. അതായത് മെയിനായിട്ടും കൗണ്ടർ ഫോർ റീറ്റൈനിങ് വാൾ കൊടുക്കുന്നത് റീറ്റെയിൻ ചെയ്യുന്ന ബാക്ക്ഫില്ലിൻ്റെ ഹൈറ്റ് കൂടുതലാണ് എങ്കിൽ നമുക്ക് അവിടെ 6 മീറ്റർ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാൻഡിലിവർ റീറ്റൈനിങ് വാൾ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് കൗണ്ടർ ഫോർ റീറ്റൈനിങ് വാൾ കൊടുക്കുന്നത്. ഇനി എന്താണ് ഈ കൗണ്ടർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ കാണുന്നതാണ് റീറ്റൈനിങ് വാള്. റീറ്റൈനിങ് വാളിൻ്റെ ഈ ഒരു പോർഷനിലായിരിക്കും ബാക്ക് ഫില്ല് ഉണ്ടായിരിക്കുക, അതായത് സോയിൽ ഉണ്ടായിരിക്കുക. ഈ ബാക്ക് ഫില്ല് കൊടുത്തിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ ഒരു ഷേപ്പിലോ ഒരു ട്രയാങ്കിൾ രീതിയിലോ
ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു വാള് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടർ ഫോർട്ട് ആർ പ്രൊവൈഡഡ് അറ്റ് സൂട്ടബിൾ ഇൻ്റർവെൽ എലോങ് ദ ലെങ്ത് ഓഫ് ദ വാൾ ഓൺ ദ ബാക്ക്ഫിൽ സൈഡ്. ഈ ബാക്ക്ഫിൽ സൈഡിൽ സൂട്ടബിൾ ഇൻ്റർവെൽ, ഈ ഒരു വാൾ എത്രയാണോ ലെങ്ത് ഉള്ളത് ആ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിന് ഇങ്ങനെ കൗണ്ടർ ഫോർട്ട് കൊടുക്കും. അങ്ങനെയുള്ള വാളിനെയാണ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്നത് ഹീൽ സ്ലാബിൻ്റെ പോർഷനിലാണ്. അതായത് ഹീൽ സ്ലാബ് എന്ന് പറയുന്നത് സോയിലിൻ്റെ അല്ലെങ്കിൽ ബാക്ക് ഫില്ലിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സ്ലാബിനെയാണ് ഹീൽ സ്ലാബ് എന്ന് പറയുന്നത്. ഈ ഒരു ഹീൽ സ്ലാബിൻ്റെ ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഈ ഒരു കൗണ്ടർ ഫോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കൗണ്ടർ ഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെം ആൻഡ് ഹീൽ ഡു നോട്ട് ആക്ട് ആസ് എ കാൻഡിലീവർ സ്ലാബ് ബട്ട് ആസ് എ കണ്ടിന്യൂസ് സ്ലാബ് ബിക്കോസ് ഓഫ് ദി കൗണ്ടർ ഫോർട്ട് സപ്പോർട്ട്. അപ്പോൾ നമ്മൾ കാൻഡിലീവർ റിട്ടേണിംഗ് വാളിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റെമ്മും ഹീൽ സ്ലാബും ടോ സ്ലാബും കാൻഡിലീവർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ കൗണ്ടർ ഫോർട്ട് റിട്ടേണിംഗ് വാള് സ്റ്റെമ്മും അതുപോലെ തന്നെ ഹീൽ സ്ലാബും ഒരു കാൻഡിലീവർ സ്ലാബായിട്ടായിരിക്കില്ല ആക്ട് ചെയ്യുന്നത്. ഇവ രണ്ടും ഒരു കണ്ടിന്യൂസ് സ്ലാബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളിവിടെ ഒരു അതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കൗണ്ടർ ഫോർട്ട് സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ടിനെയാണ് കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അത് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സും റെഡ്യൂസ് ആവും. Then the weight of the retaining wall and the weight of the earth retaining on the heel slab together impart stability to the wall. അപ്പോൾ ഈ ഒരു വാളിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഇവിടുത്തെ റീറ്റൈനിങ് വാളിൻ്റെ സെൽഫ് വെയിറ്റും അതുപോലെ തന്നെ ഈ ഹീൽ സ്ലാബിൻ്റെ പോർഷനിൽ വരുന്ന ബാക്ക് ഫില്ലിൻ്റെ വെയിറ്റുമാണ് ഈ ഒരു വാളിൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് സ്റ്റെമ്മ്. ഈ സ്റ്റെമ്മിൻ്റെ ഈ ഒരു സൈഡിൽ ബാക്ക് ഫില്ല് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ബാക്ക് ഫില്ലിൻ്റെ താഴെ നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഒരു സ്ലാബിനെയാണ് ഹീൽ സ്ലാബ് എന്ന് പറയുന്നത്. ഈ ഹീൽ സ്ലാബിൽ അലോങ് ദി വാൾ, അതായത് വാളിന് എത്രയാണോ നീളമുള്ളത് അതിൽ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കൗണ്ടർ ഫോർട്ട് ഇങ്ങനെ കൊടുക്കുന്നു. ഇനി കൗണ്ടർ ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ സോയിലൊന്നും ഇല്ല, ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അവിടെ വരുന്ന സ്ലാബാണ് ടോ സ്ലാബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് രീതിയിൽ കൗണ്ടർ ഫോർട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ ഈ ഡയറക്റ്റ് ഈ സ്റ്റെമ്മിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയും കൗണ്ടർ ഫോർട്ട് കൊടുക്കാറുണ്ട്. ദെൻ ഇവിടെ ഒരു പർട്ടിക്കുലർ വിഡ്ത്ത് കൊടുത്തുകൊണ്ടും കൗണ്ടർ ഫോർട്ട് കൊടുക്കാറുണ്ട്. അതായത് ഇവിടെ വരുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് എന്ന് പറയാം, ഇവിടെ വരുമ്പോൾ ഒരു ട്രപ്പിസോയിഡൽ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ കൗണ്ടർ ഫോർട്ട് കൊടുക്കുന്നത്. ഈ രണ്ട് രീതിയിലും കൊടുക്കാം. ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കാൻഡിലീവർ റീറ്റൈനിങ് വാളിൽ 6 മീറ്ററിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാൾ കൊടുക്കുന്നത്. കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്നത് ബാക്ക് ഫില്ലിൻ്റെ സൈഡിലാണ്. അതും എത്രയാണോ വാളിൻ്റെ ലെങ്ത് ആ ഒരു ലെങ്ത് അനുസരിച്ച് ഓരോ ഇൻ്റർവെല്ലായിട്ടായിരിക്കും കൗണ്ടർ ഫോർട്ട് കൊടുക്കുന്നത്. ഈ കൗണ്ടർ ഫോർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റെമ്മും ഹീൽ സ്ലാബും ഒരു കാൻഡിലീവർ ആയിട്ട് ആക്ട് ചെയ്യില്ല, അതൊരു കണ്ടിന്യൂസ് സ്ലാബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ ഇത് അനദർ ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാളിൻ്റെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ സോയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതൊരു സ്റ്റെമ്മാണ്, ഇവിടെ ബാക്ക് ഫില്ലുണ്ട്, അതുകൊണ്ട് ഈ ഒരു സ്ലാബാണ് ഹീൽ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീൽ സ്ലാബ് എന്ന് പറയുന്നത് എത്രയാണോ ആ വാളിൻ്റെ ലെങ്ത്ത് അത്രയും ഏരിയയിൽ ഇങ്ങനെ ഒരു സ്ലാബായിരിക്കും നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ ഇതൊരു ടോ സ്ലാബാണ്, ഫ്രണ്ട് സ്പേസിലാണ് ടോ സ്ലാബ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ രീതിയിലാണ് ഈ ഒരു കൗണ്ടർ ഫോർട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രയാങ്കിൾ ആയിട്ട് കാണുന്നതാണ് കൗണ്ടർ ഫോർട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഓരോ ഇൻ്റർവെല്ലിലും കൊടുക്കും. സോ ഹൈറ്റ് കൂടുമ്പോൾ നമ്മളിങ്ങനെ ഒരു സപ്പോർട്ടും കൂടി ഈ ഒരു വാളിന് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു പ്ലാൻ വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. പ്ലാൻ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് സ്റ്റെമ്മിൻ്റെ പോർഷൻ ആയിരിക്കും. ദെൻ ഇത് കൗണ്ടർ ഫോർട്ട് ആയിരിക്കും ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ സ്ലാബ് ആയിരിക്കും ഈ പോർഷനിൽ വരുന്നത്. ദെൻ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കി കഴിയുമ്പോൾ ഇതാണ് സ്റ്റെമ്മ്. ദെൻ ഇവിടെ ബാക്ക് ഫിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ടോ സ്ലാബ് വന്നിട്ടുള്ളത്. ബാക്ക് ഫില്ലിൻ്റെ അവിടെ വരുന്ന സ്ലാബിനെ ഹീൽ സ്ലാബ് എന്നാണ് പറയുന്നത്. ദെൻ ഇതിനെ ടോട്ടൽ നമ്മൾ ബേസ് സ്ലാബ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ കൊടുക്കുന്നത് കൗണ്ടർ ഫോർട്ട് ആയിരിക്കും. ഇതാണ് കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വാളിൻ്റെ ക്രോസ് സെക്ഷൻ.
ദെൻ അനദർ ഇമേജ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാൻ വ്യൂ മനസ്സിലാവും. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെം പോർഷൻ കാണും. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഹീൽ സ്ലാബിൻ്റെ പോർഷൻ കാണും. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ഒരു ടോ സ്ലാബിൻ്റെ പോർഷൻ കാണും. പിന്നെ വരുന്നത് ഈ ഒരു കൗണ്ടർ ഫോർട്ട് ഇങ്ങനെ ഒരു വീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു കൗണ്ടർ ഫോർട്ട് കാണാൻ പറ്റുന്നത്. സോ ഇതാണ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമേജ്. ഇവിടെ ആയിരിക്കും എർത്ത് റിട്ടേൺ ചെയ്യുന്നത്. എർത്ത് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ അവിടെ ആയിരിക്കും ഈ കൗണ്ടർ ഫോർട്ട് കൊടുക്കുന്നത്. ദെൻ ഇതാണ് ഹീൽ സ്ലാബ്. അതായത് ത്രൂ ഔട്ട് ദ ലെങ്ത് ആ ഒരു ഹീൽ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ടോ സ്ലാബ് വന്നിട്ടുണ്ട്. ദെൻ ഇതൊരു പ്രാക്ടിക്കലി ഒരു സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ആണ്. സോ ഈ കാണുന്നതാണ് കൗണ്ടർ ഫോർട്ട്. ഈ ഒരു ട്രയാങ്കിൾ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ബട്ട്രസ് റീറ്റെയിനിങ് വാൾ. അപ്പോൾ ആദ്യം കാൻഡിലിവർ റീറ്റെയിനിങ് വാൾ പഠിച്ചു. ദെൻ കൗണ്ടർ ഫോർട്ട് പഠിച്ചു. ആൻഡ് തേർഡ് വൺ ഈസ് ബട്ട്രസ് റീറ്റെയിനിങ് വാൾ. ദെൻ മെയിനായിട്ടും എർത്ത് പ്രഷർ റെസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് റീറ്റെയിനിങ് വാളിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 1 ഗ്രാവിറ്റി, 2 കാൻഡിലിവർ, 3 കൗണ്ടർ ഫോർട്ട്, ദെൻ ബട്ട്രസ്. അതിൻ്റെ അകത്ത് ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ സ്റ്റോണോ അല്ലെങ്കിൽ പ്ലെയിൻ കോൺക്രീറ്റോ യൂസ് ചെയ്തുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. RCC അതായത് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കാൻഡിലിവറും കൗണ്ടർ ഫോർട്ടും ബട്ട്രസ് റീറ്റെയിനിങ് വാളും. ബട്ട്രസ് റീറ്റെയിനിങ് വാൾ ആർ സിമിലർ ടു കൗണ്ടർ ഫോർട്ട് ആണ്. ഇതാണ് ബട്ട്രസ് റീറ്റെയിനിങ് വാളിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. കൗണ്ടർ ഫോർട്ടും ബട്ട്രസ് റീറ്റെയിനിങ് വാളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ബട്ട്രസ് റീറ്റെയിനിങ് വാൾ ദ കൗണ്ടർ ഫോർട്ട് ആർ കോൾഡ് ബട്ട്രസസ് ആൻഡ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബാക്ക് ഫില്ല്. ബട്ട്രസ് റീറ്റെയിനിങ് വാളിനെ ആ കൗണ്ടർ ഫോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബട്ട്രസ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്ക് ഫില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ബാക്ക് ഫില്ല് വരുന്നത്. സോ ഇത് റീറ്റെയിനിങ് വാൾ, ഇവിടെ ബാക്ക് ഫില്ല് വരുന്നുണ്ട്. സോ ഈ റീറ്റെയിനിങ് വാളിൽ ഈ പോർഷന് സ്റ്റെം എന്ന് പറയും. ദെൻ ബാക്ക് ഫില്ലിൻ്റെ താഴെ വരുന്ന ഈ ഒരു സ്ലാബിനെ ഹീൽ സ്ലാബ് എന്നും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു സ്ലാബിനെ ടോ സ്ലാബ് എന്നാണ് പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ ബേസ് സ്ലാബ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ കൗണ്ടർ ഫോർട്ട് അല്ലെങ്കിൽ ബട്ട്രസ് കൊടുക്കുന്നത് ടോ സ്ലാബിൻ്റെ അവിടെയായിട്ടായിരിക്കും ബട്ട്രസ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും ഈ ഒരു ബട്ട്രസ് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അതിനെയാണ് ബട്ട്രസ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ബ്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് പണിതിട്ടുള്ള റീറ്റെയിനിങ് വാളാണ്. ഇവിടെ ഈ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ബട്ട്രസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള റീറ്റെയിനിങ് വാളിനെയാണ് ബട്ട്രസ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കേണ്ടത് ബട്ട്രസ് നമ്മൾ കൊടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ബാക്ക് ഫില്ലാണ്. ബട്ട്രസസ് ടൈ ദ സ്റ്റെം ആൻഡ് ടോ സ്ലാബ് ടുഗദർ. ഈ ബട്ട്രസ് ടൈ ചെയ്ത് നിർത്തുന്നത് സ്റ്റെമ്മിനെ അതുപോലെ തന്നെ ടോ സ്ലാബിനെ ആയിരുന്നു. കഴിഞ്ഞ കൗണ്ടർ ഫോർട്ട് ടൈ ചെയ്ത് നിർത്തുന്നത് സ്റ്റെമ്മിനെയും ഹീൽ സ്ലാബിനെയും ആയിരുന്നു. ബട്ട്രസിൽ വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് വരും. സ്റ്റെമ്മിനെയും ടോ സ്ലാബിനെയാണ് അത് അവിടെ ടൈ ചെയ്ത് നിർത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ രണ്ടും കണ്ടിന്യൂസ് സ്ലാബായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ബട്ട്രസ് ആർ ഡിസൈൻ ആസ് കംപ്രഷൻ മെമ്പർ ആൻഡ് ഹെൻസ് എക്കണോമിക്കൽ. നമ്മളിവിടെ ബട്ട്രസസ് ഡിസൈൻ ചെയ്യുന്നത് കംപ്രഷൻ മെമ്പറാണ്. അതുകൊണ്ട് ഇത് എക്കണോമിക്കലായിരിക്കും. പക്ഷേ നമ്മളിത് സ്റ്റിൽ നോട്ട് പ്രിഫേർഡ്. ഇത് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. കാരണം ബട്ട്രസസ് ആർ വിസിബിൾ ആൻഡ് ഒക്യുപ്പൈ ദ സ്പേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി വാൾ. ബട്ട്രസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല. കാരണം അവിടെ സോയിൽ വന്ന് ഫില്ലായി പോവുകയാണ്. സോ കൗണ്ടർ ഫോർട്ട് നമുക്ക് വിസിബിൾ അല്ല. പക്ഷേ ബട്ട്രസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ബട്ട്രസ് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും പ്രൊവൈഡ് ചെയ്യാറില്ല. ഇവിടുത്തെ ഈ ഒരു സ്പേസ് നമുക്ക് കുറവാണ് എങ്കിൽ നമുക്ക് ഇവിടെ ബട്ട്രസ് കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ബട്ട്രസ് റീറ്റെയിനിങ് വാൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. റീറ്റെയിനിങ് വാളിൽ മെയിനായിട്ടും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നുണ്ട്. അതായത് accumulation of rainwater in the backfill result in its saturation and thus a considerable increase in the earth pressure acting on the wall. This may result in unstable condition. അതായത് റെയിൻ വാട്ടർ, അതായത് മഴ പെയ്യുമ്പോൾ ഈ ബാക്ക് ഫില്ലിൽ വരുന്ന സോയിലിൽ ഈ റെയിൻ വാട്ടറിൻ്റെ അക്യുമുലേഷൻ കാരണം അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി മാറുന്നു. ഈ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോയിലിൻ്റെ ഉള്ളിലുള്ള വോയിഡ്സിലെല്ലാം വെള്ളം കയറി ഇത് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ വോയിഡ്സും ഫില്ലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു സോയിലിൻ്റെ എർത്ത് പ്രഷർ കൂടുന്നു. അപ്പോൾ ഈ ഒരു എർത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് അത് ആ വാളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ റീറ്റെയിനിങ് വാളിലോട്ട് ആ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ വാള്
അൺസ്റ്റേബിൾ കണ്ടീഷനിലോട്ട് വരുന്നു. അതായത് അത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ലാതെ അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളവിടെ കൊടുക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ 2 ways ഓഫ് ഡ്രെയിനിങ് ദിസ് റെയിൻ വാട്ടർ. അതായത് 2 രീതിയിൽ നമ്മൾ ഈ ഒരു വരുന്ന റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ചെയ്യുന്നത്. ഫസ്റ്റ് ബൈ പ്രൊവൈഡിങ് എ വീപ്പ് ഹോൾ ഇൻ ദ വാൾ. അവിടെ ഒരു വീപ്പ് ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 10 സെൻറ്റിമീറ്റർ ഡയമീറ്ററും അതുപോലെ തന്നെ ആഡിക്വേറ്റ്ലി സ്പേസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ബാക്ക് ഫില്ല്. ബാക്ക് ഫില്ല് അനുസരിച്ചിട്ട് ഓരോ ഇൻ്റർവെല്ലായിട്ട് ഒരു ചെറിയൊരു ഹോള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഹോളിൻ്റെ ഡയ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് അതിന് കൊടുക്കുന്ന ഡയ. ഫിൽറ്റർ ഓർ സ്പെഷ്യൽ ജിയോ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ലെയർ ഹൈറ്റ് ഈസ് ടു ബി used on the back face of the wall for full height to avoid the entering of backfill material into the weep hole. ഇനി ഈ ഒരു വീപ്പ് ഹോളിൽ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, അതായത് ഇങ്ങനെ ഒരു ഹോള് കൊടുത്തു കഴിയുമ്പോൾ ഈ ബാക്ക് ഫിൽ എന്ന് പറയുന്നത് സോയിലാണ്. അപ്പോൾ ഈ സോയിൽ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ റീറ്റെയിനിങ് വാളിൻ്റെ ബാക്ക് ഫേസിലായിട്ട് എത്രയാണോ ആ ബാക്ക് ഫില്ലിൻ്റെ ഹൈറ്റ്, ആ ഒരു ഹൈറ്റിനനുസരിച്ച് ഒരു ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജിയോ ടെക്സ്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. ആ ലെയർ കൊടുക്കുന്നത് ഈ ബാക്ക് ഫില്ലിൻ്റെ മെറ്റീരിയൽ ഈ വീപ്പ് ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറി അത് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കൊടുത്തു കഴിയുമ്പോൾ വെള്ളം മാത്രമായിരിക്കും ഈ വീപ്പ് ഹോളിൽ കൂടി പുറത്തേക്ക് വരുന്നത്. ദെൻ സെക്കൻഡ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പെർഫറേറ്റഡ് ഡ്രെയിൻ പൈപ്പ്സ് വിത്ത് ഫിൽറ്ററും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡ്രെയിൻ പൈപ്പ്സും, അതായത് ചെറിയ ചെറിയ ഹോളുകളുള്ള ഡ്രെയിൻ പൈപ്പ്സും വിത്ത് ഫിൽറ്റർ കൂടി ഈ ഒരു രീതിയിലും റീറ്റെയിനിങ് വാളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റെയിൻ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വീപ്പ് ഹോൾ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ പെർഫറേറ്റഡ് ഡ്രെയിൻ പൈപ്പ്സ് വിത്ത് ഫിൽറ്ററും കൊടുക്കാറുണ്ട്. സോ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് റീറ്റെയിനിങ് വാള്. ഇവിടെ ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് വീപ്പ് ഹോൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇമേജിൽ ഒരു പെർഫറേറ്റഡ് പൈപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഓരോ ഇൻ്റർവെല്ലിലും ഓരോ പൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റെയിൻ വാട്ടർ ഇതുവഴി ചാടിപ്പോവാനാണ് നമ്മൾ ഈ ഒരു പൈപ്പ് കൊടുക്കുന്നത്. ഇതാണ് വീപ്പ് ഹോൾ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് എർത്ത് പ്രഷർ ഓൺ റീറ്റെയിനിങ് വാളിൽ. റീറ്റെയിനിങ് വാളിൽ വരുന്ന എർത്ത് പ്രഷറിനെ കുറിച്ചാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടും റീറ്റെയിനിങ് വാളിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ അപ്പുറ സൈഡ് വരുന്ന ബാക്ക് ഫില്ലിൻ്റെ പ്രഷറാണ് ഇവിടുത്തെ മെയിൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു റീറ്റെയിനിങ് വാളാണ് കാണിച്ചിട്ടുള്ളത്. റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. അപ്പോൾ ഇവിടുത്തെ ലാറ്ററൽ പ്രഷർ എന്ന് പറയുന്നത് ഡെവലപ്പ് ഡ്യൂ ടു എർത്ത് പ്രഷറാണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റീറ്റെയിനിങ് വാളിലോട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ എർത്ത് പ്രഷറാണ്. ഡിസ്റ്റെബിലൈസ് ദ റീറ്റെയിനിങ് വാൾ ബൈ ഓവർടേണിങ്, സ്ലൈഡിങ് ആൻഡ് ബെൻഡിങ്. ഈ ഒരു എർത്ത് പ്രഷർ കാരണം ഇവിടുത്തെ ഈ ഒരു റീറ്റെയിനിങ് വാള് ഒന്ന് ഓവർടേൺ ചെയ്ത് പോകാനും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് പോകാനും ബെൻഡിങ് ഉണ്ടാകാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ എർത്ത് പ്രഷർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഈ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ലാറ്ററൽ എർത്ത് പ്രഷർ വേരീസ് ലീനിയർലി വിത്ത് ഡെപ്ത്. എർത്ത് പ്രഷർ വേരി ചെയ്യുന്നത് ലീനിയർലി ആയിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ എർത്ത് പ്രഷർ വേരി ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ലാറ്ററൽ എർത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ലീനിയർ വേരിയേഷൻ ആയിരിക്കും. ടോപ്പിൽ പ്രഷറിന്റെ വാല്യൂ 0യും ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈറ്റിൽ മാക്സിമം എർത്ത് പ്രഷർ ആയിരിക്കും വരുന്നത്. പി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആയിരിക്കും ഇവിടെ വരുന്ന ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അതായത് അത് ആക്ട് ചെയ്യുന്നത് ഏറ്റവും ബോട്ടത്തിലായിരിക്കും ആക്ട് ചെയ്യുന്നത് ആ ഒരു പ്രഷർ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആണ്. സോ പി ഇസ് ദ ലാറ്ററൽ എർത്ത് പ്രഷർ വിച്ച് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. പി എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന ലാറ്ററൽ എർത്ത് പ്രഷറാണ്. അത് ഒന്നെങ്കിൽ ആക്റ്റീവ് ആവാം അല്ലെങ്കിൽ പാസീവ് ആവാം. ഈ ആക്റ്റീവ് എന്താണ് പാസീവ് എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. So K is the coefficient of earth pressure. Gamma is the unit weight of retained material below the earth surface. എർത്ത് സർഫസിൻ്റെ ബിലോ ആയിട്ട് വരുന്ന ഇവിടുത്തെ സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. എച്ച് എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി റീറ്റെയിനിങ് വാളാണ്. അപ്പം മെയിനായിട്ടും ഇവിടുത്തെ ലാറ്ററൽ എർത്ത് പ്രഷറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. മാക്സിമം അറ്റ് ദി ബേസിലായിരിക്കും മാക്സിമം
വാല്യൂ വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ P is equal to K into gamma into H ആയിരിക്കും. ഇനി ഇവിടെ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷറും ഉണ്ട്, പാസീവ് എർത്ത് പ്രഷറും ഉണ്ട്. അപ്പോൾ ആദ്യം നോക്കാൻ നമ്മൾ പോകുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷറാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് PA എന്നാണ്. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് റീറ്റെയിനിങ് വാള്. ഇനി ഇവിടുത്തെ ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ വേരിയേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പാസീവ് എർത്ത് പ്രഷറിന്റെ വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. മാക്സിമം വാല്യൂ അറ്റ് ദ ബേസ് ആയിരിക്കും. Active earth pressure is exerted on the wall when the wall has a tendency to move away from the backfill. Active earth pressure എന്ന് പറയുന്നത് റീറ്റെയിനിങ് വാളിന്റെ ബാക്ക്ഫില്ലിന്റെ അവിടെ നിന്നുണ്ടാവുന്ന എർത്ത് പ്രഷർ ആണ്. ആ ഒരു എർത്ത് പ്രഷർ ഈ വാളിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ വാളിന് ബേസ് സ്ലാബും വാളും തമ്മിൽ റിജിഡ് അല്ല എങ്കിൽ, റിജിഡ് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വാള് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കും. നോൺ റിജിഡ് ആണെങ്കിൽ ഈ വാളിന് ഈ ഫ്രണ്ടോട്ട്, അതായത് ബാക്ക്ഫില്ലിന്റെ സൈഡിൽ നിന്ന് ഫ്രണ്ടോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ അതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ കൊണ്ട് ഉണ്ടാവുന്നത്. സോ ആക്റ്റീവ് എർത്ത് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ വാള് ഹാസ് എ ടെൻഡൻസി ടു മൂവ് അവേ ഫ്രം ദ ബാക്ക്ഫിൽ. ദാറ്റ് മീൻസ് ഇതാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ, ഇത് ബാക്ക്ഫില്ലാണ്. അപ്പോൾ ഇതാണ് എവേ ഫ്രം ദ ബാക്ക്ഫിൽ എന്ന് പറയുന്നത്. അതായത് ബാക്ക്ഫില്ലിന്റെ അവിടെ നിന്ന് ഈ വാളിന് ഫ്രണ്ടോട്ടൊരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് ഈ ബാക്ക്ഫില്ലിൽ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷർ കൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ആക്റ്റീവ് എർത്ത് പ്രഷറിനെ സേഫ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു റീറ്റെയിനിങ് വാൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. സോ ആക്റ്റീവ് എർത്ത് പ്രഷർ ഡിനോട്ട് ചെയ്യുന്നത് PA എന്നാണ്. നെക്സ്റ്റ് പാസീവ് എർത്ത് പ്രഷർ. പാസീവ് എർത്ത് പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ വാൾ വെൻ ദ വാൾ ഹാസ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് ദ ബാക്ക്ഫിൽ. പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിരിക്കും. അതായത് ഇവിടെയുള്ള ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ഹൈറ്റിലായിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ലെവൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏരിയയിൽ സോയിൽ വരുന്നുണ്ട്. അപ്പം അവിടെ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷറാണ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഒരു പാസീവ് എർത്ത് പ്രഷർ ഈ വാളിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ വാളിന് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് ദ ബാക്ക്ഫിൽ. ഈ ബാക്ക്ഫില്ലിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനാണ് പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഇതാണ് പാസീവ് എർത്ത് പ്രഷർ വരുന്നത്. ദാറ്റ് ഈസ് ഈ റീറ്റെയിനിങ് വാള് ഈ ബാക്ക്ഫില്ലിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്ത് മാറും. ഇതാണ് ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും. അതിൻ്റെ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിജിഡ് സ്ലാബാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാളും ഈ ഒരു ബേസ് സ്ലാബും തമ്മിൽ റിജിഡ് ആണെങ്കിൽ അവിടെ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ദെൻ പാസീവ് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു റീറ്റെയിനിങ് വാള് ഈ ഒരു ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഉണ്ടാവും. ആക്റ്റീവ് ആണ് എങ്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഇനി ആക്റ്റീവ് ഫെയിലിയർ എന്ന് പറയുന്നത് ബാക്ക്ഫില്ലിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. പാസീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിലായിരിക്കും അവിടെ ഒരു ഫെയിലിയർ ഫോം ചെയ്യുന്നത്. ഇനി ആക്റ്റീവ് എർത്ത് പ്രഷറിന് കറസ്പോണ്ടിങ് വരുന്ന കോഎഫിഷ്യന്റ് ആണ് KA. ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് KP ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ. ഇനി റാങ്കിൻസ് തിയറി അനുസരിച്ച് KAക്കും KPക്കും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യാൻ. സോ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ KAക്ക് കറസ്പോണ്ടിങ് വരുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ബാക്ക്ഫിൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്ലോപ്പിംഗ് രീതിയിൽ കൊടുക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ KA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 - sin phi ഡിവൈഡഡ് ബൈ 1 + sin phi ആണ്. ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ്. അതായത് സോയിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഫൈ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. KA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 - sin phi ഡിവൈഡഡ് ബൈ 1 + sin phi. ഇനി സ്ലോപ്പിംഗ് ബാക്ക്ഫിൽ ആണ് എങ്കിൽ അവിടുത്തെ KA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ cos theta minus root of cos square theta minus cos square phi divided by cos theta plus root of cos square theta minus cos square phi into cos theta. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ബാക്ക്ഫിൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അതായത് ഇങ്ങനെ ഒരു രീതിയിലാണ് റീറ്റെയിനിങ് വാൾ വരുന്നത്. ഇവിടുത്തെ ബാക്ക്ഫില്ല് ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിലാണ് കൊടുക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ബാക്ക്ഫിൽ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ദാറ്റ് മീൻസ് KA കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻ ആണ്. KA is equal to 1 - sin phi divided by 1 + sin phi ഉം KA is equal to cos theta minus root of cos square theta minus cos square phi divided by cos theta plus root of cos square theta minus cos square phi into cos theta. ഇനി
പാസീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ കെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹൊറിസോണ്ടൽ ബാക്ക് ഫിൽ ആണെങ്കിൽ കെ പി ഇസിക്കൽ ടു കെയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സൈൻ വരുന്നത്. ദാറ്റ് ഈസ് കെ എന്ന് പറയുന്നത് 1 - sin phi ഡിവൈഡ് ബൈ 1 + sin phi ആണെങ്കിൽ കെ പി എന്ന് പറയുന്നത് 1 + sin phi ഡിവൈഡ് ബൈ 1 - sin phi ആയിരിക്കും. phi is the angle of internal friction. Sloping backfill ആണ് കെ പി ഇസിക്കൽ ടു കോസ് തീറ്റ പ്ലസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ ഫൈ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷറിന്റെ ഇക്വേഷൻ. ഇനി ലാറ്ററൽ എർത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ബേസിലായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ ഇക്വേഷൻ കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആണ്. ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആയിട്ട് മാറും. ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന ഏരിയ ഈസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ഇൻറ്റു ഈ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ്. ഇനി കെ പി ആണെങ്കിൽ ഹാഫ് ഇൻറ്റു കെ പി ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആയിരിക്കും വരുന്നത്. ഇനി പി എച്ച് ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് വരും. ഓർ കെ പി ആണെങ്കിൽ ഹാഫ് ഇൻറ്റു കെ പി ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് വരും. ലാറ്ററൽ ഫോഴ്സ് ആക്ട് അറ്റ് എ ഹൈറ്റ് h/3 ഫ്രം ദ ബേസ് ഓഫ് ദി വാൾ. ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വാളിൻ്റെ ബേസിൽ നിന്നും h/3 ഹൈറ്റിലായിരിക്കും ഇവിടുത്തെ ഈ ഒരു ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ഓൾവേസ് പാരലൽ ടു ദ സർഫസ് ഓഫ് ദ ബാക്ക് ഫില്ല്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് ഫില്ലിൻ്റെ സർഫസിന് പാരലായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റീറ്റെയിനിങ് വാളിന് നോർമൽ ആയിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ബാക്ക് ഫിൽ ആണെങ്കിൽ പി എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമൽ ടു സ്റ്റെം ഓഫ് റീറ്റെയിനിങ് വാൾ. ദാറ്റ് മീൻസ് ഈ ഒരു രീതിക്കായിരിക്കും ഇവിടുത്തെ റീറ്റെയിനിങ് വാൾ കൊടുക്കുന്നത്. ഇതായിരിക്കും ഇവിടെ വരുന്ന ലാറ്ററൽ ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്നത് ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസ് മാറിയായിരിക്കും. ഇതെന്ന് പറയുന്നത് ഇത് സ്റ്റെം പോർഷൻ ആണ്. സ്റ്റെം പോർഷനിൽ നോർമൽ ആയിട്ടായിരിക്കും ഈ ഒരു ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ ഒരു ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിലായിരിക്കും വരുന്നത്. ദെൻ നെഗ്ലക്ട് ഫോഴ്സ് ഡ്യൂ ടു പാസീവ് എർത്ത് പ്രഷർ ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ഫോഴ്സ് ഡ്യൂ ടു ആക്റ്റീവ് എർത്ത് പ്രഷർ. ലോ ഹൈറ്റ് ഓഫ് ദ എർത്ത് റീറ്റെയിൻഡ് ഓൺ ടോ സ്ലാബ്. ഇനി ആക്റ്റീവ് എർത്ത് പ്രഷറുണ്ട്, പാസീവ് എർത്ത് പ്രഷറുണ്ട്. ഇപ്പോൾ റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ടും നമ്മൾ ആക്റ്റീവ് എർത്ത് പ്രഷർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം എന്തെന്നാൽ പാസീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടേം നമ്മളിവിടെ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. കാരണം പാസീവ് എർത്ത് പ്രഷർ ഉണ്ടാവുന്നത് ടോ സ്ലാബിൻ്റെ അവിടെ വരുന്ന സോയിലിൻ്റെ പ്രഷറാണ് വരുന്നത്. അപ്പോൾ ടോ സ്ലാബിൻ്റെ അവിടുത്തെ സോയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രഷറും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പാസീവ് എർത്ത് പ്രഷർ റീറ്റെയിനിങ് വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാറില്ല. മെയിനായിട്ടും ആക്റ്റീവ് എർത്ത് പ്രഷറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കേണ്ടത് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് സ്ക്വയർ ആയിരിക്കും. ഇത് ആക്ട് ചെയ്യുന്നത് h/3 ഫ്രം ദ ബേസ് ഓഫ് ദി വാൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീറ്റെയിനിങ് വാളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു മൊഡ്യൂളിൽ ക്യാൻഡിലീവർ റീറ്റെയിനിങ് വാളിൻ്റെ ഡിസൈൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ക്യാൻഡിലീവർ റീറ്റെയിനിങ് വാളിൻ്റെ കുറച്ച് കണ്ടീഷൻസും അവിടുത്തെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും വെയ്റ്റും എല്ലാത്തിനെയും കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാൻഡിലീവർ റീറ്റെയിനിങ് വാളിൻ്റെ ഡിസൈനും കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിൻ്റെ തിയറി പോർഷൻസ് മാത്രമേ ഈ ഒരു മൊഡ്യൂളിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത റീറ്റെയിനിങ് വാളിനെ കുറിച്ചും റീറ്റെയിനിങ് വാൾ എന്താണെന്നും അതിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന എർത്ത് പ്രഷറിൻ്റെ കണ്ടീഷൻ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ ക്യാൻഡിലീവർ റീറ്റെയിനിങ് വാളിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.